അധ്യായം 27 അന്നംല്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 93. ഉറുമ്പിന്റെ താഴ്വര എന്നർത്ഥം വരുന്ന വാദിൻ നംലിൽ നിന്നാണ് ഈ പേരുണ്ടായത്. ഉറുമ്പുകളെ പരാമർശിക്കുന്ന അധ്യായമെന്നേ ഇതിനർത്ഥമുള്ളൂ. ഇതും പ്രവാചകന്റെ മക്കാ ജീവിതത്തിന്റെ മധ്യഘട്ടത്തിലാണ് അവതീർണമായത്. ഖുർആൻ സമർപ്പിക്കുന്ന പ്രപഞ്ചത്തെ സംബന്ധിച്ച മൗലിക സത്യങ്ങൾ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഈ ഗ്രന്ഥം പ്രയോജനപ്പെടുകയുള്ളൂവെന്നും അത് വാഗ്ദാനം ചെയ്യുന്ന സൗഭാഗ്യജീവിതം ലഭ്യമാവുകയുള്ളൂവെന്നും സമർത്ഥിക്കുന്ന ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗം അതിനായി പൂർവ്വപ്രവാചകന്മാരുടെയും അവരുടെ സമൂഹങ്ങളുടെയും ചരിത്രം സമർപ്പിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്ത് മക്കയിലെ ബഹുദൈവാരാധകരുടെ വിശ്വാസാചാരങ്ങളിലെ അബദ്ധങ്ങൾ വിശദീകരിച്ച് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ആവശ്യപ്പെടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാസീൻ. ഇത് ഖുർആന്റെയും സുവ്യക്തമായ വേദപുസ്തകത്തിന്റെയും വചനങ്ങളാണ്. സത്യവിശ്വാസികൾക്ക് നേർവഴി കാണിക്കുന്നതും ശുഭവാർത്ത അറിയിക്കുന്നതുമാണ്. അവർ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരും സകാത്ത് നൽകുന്നവരുമാണ്. പരലോകത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്നവരും. പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്ക് നാം അവരുടെ ചെയ്തികൾ ചേതോഹരമായി തോന്നിപ്പിക്കുന്നു. അങ്ങനെ അവർ വിഭ്രാന്തരായി ഉഴറി നടക്കുന്നു. അവർക്കാണ് കൊടിയ ശിക്ഷയുള്ളത്. പരലോകത്ത് അമ്പേ പരാജയപ്പെടുന്നവരും അവർ തന്നെ. നിശ്ചയം യുക്തിജ്ഞനും സർവജ്ഞനുമായവനിൽ നിന്നാണ് നീ ഈ ഖുർആൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മൂസ തന്റെ കുടുംബത്തോട് പറഞ്ഞ സന്ദർഭം: തീർച്ചയായും ഞാൻ ഒരു തീ കാണുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് വല്ല വിവരവുമായി വരാം. അല്ലെങ്കിൽ തീനാളം കൊളുത്തി നിങ്ങൾക്കെത്തിച്ചു തരാം. നിങ്ങൾക്ക് തീ കായാമല്ലോ. അങ്ങനെ അദ്ദേഹം അതിനടുത്തു ചെന്നു. അപ്പോൾ ഇങ്ങനെയൊരു വിളംബരം കേട്ടു: തീയിലുള്ളവരും അതിന്റെ ചുറ്റുമുള്ളവരും ഏറെ അനുഗ്രഹീതരാണ്. പ്രപഞ്ചനാഥനായ അല്ലാഹു എത്ര പരിശുദ്ധൻ! ഓ മൂസ, നിശ്ചയം ഞാൻ അല്ലാഹുവാണ്, പ്രതാപിയും യുക്തിജ്ഞനും. നിന്റെ വടി താഴെയിടൂ. അങ്ങനെ അതൊരു പാമ്പിനെപ്പോലെ പുളയാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ മൂസ പിന്തിരിഞ്ഞോടി, തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. അല്ലാഹു പറഞ്ഞു: മൂസ, പേടിക്കേണ്ട. എന്റെ അടുത്ത് ദൈവദൂതന്മാർ ഭയപ്പെടാറില്ല. അക്രമം പ്രവർത്തിച്ചവരൊഴികെ. പിന്നെ തിന്മയ്ക്ക് പിറകെ പകരം നന്മ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ഏറെ പൊറുക്കുന്നവനും പരമദയാലുവും തന്നെ. നീ നിന്റെ കൈ കുപ്പായത്തിന്റെ മാറിനുള്ളിൽ തിരികെ വെക്കുക. എന്നാൽ ന്യൂനതയൊട്ടുമില്ലാത്ത വിധം തിളക്കമുള്ളതായി അത് പുറത്തുവരും. ഫിർഔന്റെയും അവന്റെ ജനതയുടെയും അടുക്കലേക്കുള്ള 9 ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണിവ. തീർച്ചയായും അവർ തെമ്മാടികളായ ജനമാണ്. അങ്ങനെ കണ്ണു തുറപ്പിക്കാൻ പോന്ന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വന്നെത്തിയപ്പോൾ അവർ പറഞ്ഞു: ഇത് വളരെ പ്രകടമായ ജാലവിദ്യ തന്നെ. അവരുടെ മനസ്സുകൾക്ക് ആ ദൃഷ്ടാന്തങ്ങൾ നന്നായി ബോധ്യമായിരുന്നു. എന്നിട്ടും അക്രമവും അഹങ്കാരവും കാരണം അവർ അവയെ തള്ളിപ്പറഞ്ഞു. നോക്കൂ, ആ നാശകാരികളുടെ ഒടുക്കം എவ்விധമായിരുന്നുവെന്ന്. ദാവൂദിനും സുലൈമാനും നാം ജ്ഞാനം നൽകി. അവരിരുവരും പറഞ്ഞു: വിശ്വാസികളായ തന്റെ ദാസന്മാരിൽ മറ്റു പലരെക്കാളും ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും. സുലൈമാൻ ദാവൂദിന്റെ അനന്തരാവകാശിയായി. അദ്ദേഹം പറഞ്ഞു: ജനങ്ങളെ, പക്ഷികളുടെ ഭാഷ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ആവശ്യമായ എല്ലാം നമുക്ക് നൽകിയിരിക്കുന്നു. ഇതുതന്നെയാണ് പ്രത്യക്ഷമായ ദിവ്യാനുഗ്രഹം. സുലൈമാനു വേണ്ടി മനുഷ്യരിലെയും ജിന്നുകളിലെയും പക്ഷികളിലെയും തന്റെ സൈന്യങ്ങളെ സംഘടിപ്പിച്ചു. എന്നിട്ടവയെ യഥാവിധി ക്രമീകരിച്ചു. അങ്ങനെ അവരെല്ലാം ഉറുമ്പുകളുടെ താഴ്വരയിലെത്തി. അപ്പോൾ ഒരു ഉറുമ്പ് പറഞ്ഞു:
ഹേ ഉറുമ്പുകളെ, നിങ്ങൾ നിങ്ങളുടെ മാളങ്ങളിൽ പ്രവേശിച്ചുകൊള്ളുക. സുലൈമാനും സൈന്യവും അവരറിയാതെ നിങ്ങളെ ചവിട്ടി തേച്ചു കളയാൻ ഇടവരാതിരിക്കട്ടെ. അതിന്റെ വാക്കുകേട്ട് സുലൈമാൻ മന്ദഹസിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ നാഥ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും നിനക്കിഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനും എനിക്ക് നീ അവസരമേകണമേ. നിന്റെ അനുഗ്രഹത്താൽ സച്ചരിതരായ നിന്റെ ദാസന്മാരിൽ എനിക്കും നീ ഇടം നൽകണമേ. സുലൈമാൻ പക്ഷികളെ പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെന്തു പറ്റി? ആ മരം കൊത്തിയെ ഞാൻ കാണുന്നില്ലല്ലോ. അത് എവിടെയെങ്കിലും അപ്രത്യക്ഷമായോ? അതിന് ഞാൻ കഠിനമായി ശിക്ഷിക്കും, അല്ലെങ്കിൽ അറുത്തുകളയും. അതുമല്ലെങ്കിൽ വ്യക്തമായ വല്ല ന്യായവും അതെനിക്ക് സമർപ്പിക്കണം. എന്നാൽ ഏറെ കഴിയും മുമ്പേ അതെത്തിച്ചേർന്നു. അപ്പോൾ അത് പറഞ്ഞു, അങ്ങേക്കറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ സൂക്ഷ്മമായി മനസ്സിലാക്കിയിരിക്കുന്നു. സഭയിൽ നിന്ന് ഉറപ്പുള്ള ചില വാർത്തകളുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ അവിടെ ഒരു സ്ത്രീയെ കണ്ടു. അവരാണ് അന്നാട്ടുകാരെ ഭരിക്കുന്നത്. അവർക്ക് സകല സൗകര്യങ്ങളും അവിടെയുണ്ട്, ഗംഭീരമായ ഒരു സിംഹാസനവും. അവരും അവരുടെ ജനതയും അല്ലാഹുവിനു പുറമെ സൂര്യനെ സുജൂദ് ചെയ്യുന്നതായി ഞാൻ കണ്ടു. പിശാച് അവർക്ക് തങ്ങളുടെ ചെയ്തികളാകെ ചേതോഹരങ്ങളായി തോന്നിപ്പിച്ചിരിക്കുന്നു. അവൻ അവരെ നേർവഴിയിൽ നിന്ന് തടഞ്ഞു. അതിനാൽ അവർ നേർവഴി പ്രാപിക്കുന്നില്ല. ആകാശഭൂമികളിൽ മറഞ്ഞുകിടക്കുന്നവയെ പുറത്തു കൊണ്ടുവരികയും നിങ്ങൾ മറച്ചുവെക്കുന്നതും വെളിപ്പെടുത്തുന്നതുമായ എല്ലാം അറിയുകയും ചെയ്യുന്ന അല്ലാഹുവിന് സുജൂദ് ചെയ്യാതിരിക്കാനാണ് പിശാച് അത് ചെയ്തത്. അല്ലാഹു, അവനല്ലാതെ ദൈവമില്ല. അതിമഹത്തായ സിംഹാസനത്തിന്റെ അധിപനാണവൻ. സുലൈമാൻ പറഞ്ഞു, നാം ഒന്ന് നോക്കട്ടെ, നീ പറഞ്ഞത് സത്യമാണോ, അതല്ല നീ കള്ളം പറയുന്നവരിൽപ്പെട്ടവനാണോ എന്ന്. നീ എന്റെ ഈ എഴുത്തു കൊണ്ടുപോയി അവർക്കിട്ടുകൊടുക്കുക. പിന്നെ അവരിൽ നിന്ന് മാറി നിൽക്കുക. എന്നിട്ട് അവരെന്തു മറുപടിയാണ് തരുന്നതെന്ന് നോക്കുക. ആ രാജ്ഞി പറഞ്ഞു, അല്ലയോ നേതാക്കളെ, മാന്യമായ ഒരെഴുത്ത് എനിക്കിതാ വന്നെത്തിയിരിക്കുന്നു. അത് സുലൈമാനിൽ നിന്നുള്ളതാണ്. പരമകാരുണ്യകനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നതും. അതിലുള്ളതിതാണ്: നിങ്ങൾ എനിക്കെതിരെ ധിക്കാരം കാണിക്കരുത്. മുസ്ലിങ്ങളായി എന്റെ അടുത്ത് വരികയും വേണം. രാജ്ഞി പറഞ്ഞു, അല്ലയോ നേതാക്കളെ, ഇക്കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ആവശ്യമായ നിർദ്ദേശം തരിക. നിങ്ങളെ കൂടാതെ ഒരു കാര്യവും ഖണ്ഡിതമായി തീരുമാനിക്കുന്നവളല്ലല്ലോ ഞാൻ. അവർ പറഞ്ഞു, നാം ഇപ്പോൾ പ്രബലരും പരാക്രമശാലികളുമാണല്ലോ. ഇനി തീരുമാനം അങ്ങയുടേതു തന്നെ. അതിനാൽ എന്ത് കൽപ്പിക്കണമെന്ന് അങ്ങു തന്നെ ആലോചിച്ചു നോക്കുക. രാജ്ഞി പറഞ്ഞു, രാജാക്കന്മാർ ഒരു നാട്ടിൽ പ്രവേശിച്ചാൽ അവരവിടം നശിപ്പിക്കും. അവിടുത്തുകാരിലെ അന്തസ്സുള്ളവരെ അപമാനിതരാക്കും. അങ്ങനെയാണ് അവർ ചെയ്യാറുള്ളത്. ഞാൻ അവർക്ക് ഒരു പാരിതോഷികം കൊടുത്തയക്കട്ടെ. എന്നിട്ട് നമ്മുടെ ദൂതന്മാർ എന്തു മറുപടിയുമായാണ് മടങ്ങിവരുന്നതെന്ന് നോക്കാം. അങ്ങനെ അവരുടെ ദൂതൻ സുലൈമാന്റെ അടുത്തു ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ സമ്പത്ത് തന്ന് സഹായിച്ചു കളയാമെന്നാണോ കരുതുന്നത്? എന്നാൽ അല്ലാഹു എനിക്ക് തന്നത് നിങ്ങൾക്ക് അവൻ തന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാരിതോഷികത്തിൽ ഊറ്റം കൊള്ളുകയാണ്. നീ അവരിലേക്ക് തന്നെ തിരിച്ചു പോവുക. നാം പട്ടാളത്തെ കൂട്ടി അവരുടെ അടുത്തെത്തും. തീർച്ച അതിനെ നേരിടാൻ അവർക്കാവില്ല. അവരെ നാം അന്നാട്ടിൽ നിന്ന് അപമാനിതരും നിന്ദ്യരുമാക്കി പുറന്തള്ളും. സുലൈമാൻ പറഞ്ഞു, അല്ലയോ പ്രധാനികളെ, നിങ്ങളിൽ ആര് അവരുടെ സിംഹാസനം എനിക്ക് കൊണ്ടുവന്നു തരും? അവർ വിധേയത്വത്തോടെ എന്റെ അടുത്തു വരും മുമ്പേ. ജിന്നുകളിലെ ഒരു മഹാമല്ലൻ പറഞ്ഞു, ഞാനത് അങ്ങയ്ക്ക് കൊണ്ടുവന്നു തരാം.
അങ്ങ് ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കും മുമ്പേ സംശയം വേണ്ട, ഞാൻ അതിന് കഴിവുറ്റവനാണ്, വിശ്വസ്തനും. അപ്പോൾ വേദവിജ്ഞാനം കൈമുതലായുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അങ്ങ് കണ്ണു ചിമ്മി തുറക്കും മുമ്പായി ഞാനതിവിടെ എത്തിക്കാം. അങ്ങനെ അത് തന്റെ അടുത്തു കൊണ്ടുവന്ന് സ്ഥാപിച്ചതായി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എന്റെ നാഥന്റെ അനുഗ്രഹഫലമാണ്. എന്നെ പരീക്ഷിക്കാനാണിത്. ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്ന് അറിയാൻ. നന്ദി കാണിക്കുന്നവർ സ്വന്തം നന്മയ്ക്കു വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. എന്നാൽ ആരെങ്കിലും നന്ദികേട് കാണിക്കുന്നുവെങ്കിൽ സംശയം വേണ്ട, എന്റെ നാഥൻ അന്യാശ്രയമില്ലാത്തവനാണ്, അത്യുത്കൃഷ്ടനും. സുലൈമാൻ പറഞ്ഞു, നിങ്ങൾ അവളുടെ സിംഹാസനം അവൾക്ക് തിരിച്ചറിയാനാവാത്ത വിധം രൂപമാറ്റം വരുത്തുക. നമുക്ക് നോക്കാമല്ലോ, അവൾ വസ്തുത മനസ്സിലാക്കുമോ അതല്ല നേർവഴി കണ്ടെത്താത്തവരിൽ പെട്ടവളാകുമോ എന്ന്. അങ്ങനെ രാജ്ഞി വന്നപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളുടെ സിംഹാസനം ഇതുപോലെ തന്നെയാണോ? അവർ പറഞ്ഞു, ഇത് അതുപോലെ തന്നെയാണല്ലോ. ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് വിവരം കിട്ടിയിരുന്നു. ഞങ്ങൾ മുസ്ലിങ്ങളാവുകയും ചെയ്തിരുന്നു. അല്ലാഹുവെ വിട്ട് അവർ പൂജിച്ചിരുന്ന വസ്തുക്കളാണ് മുസ്ലിമാകുന്നതിൽ നിന്ന് അവരെ തടഞ്ഞിരുന്നത്. തീർച്ചയായും അവർ സത്യനിഷേധികളായ ജനമായിരുന്നു. അവളോട് പറഞ്ഞു, കൊട്ടാരത്തിൽ പ്രവേശിക്കുക. എന്നാൽ അവൾ അത് കണ്ടപ്പോൾ തെളിനീർ തടാകമാണെന്ന് തോന്നി. തന്റെ കണങ്കാലിൽ നിന്ന് പുടവ പൊക്കുകയും ചെയ്തു. സുലൈമാൻ പറഞ്ഞു, ഇത് തിളങ്ങുന്ന സ്ഫടിക കൊട്ടാരമാണ്. അവൾ പറഞ്ഞു, എന്റെ നാഥ, ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു. ഞാനിതാ സുലൈമാനോടൊപ്പം പ്രപഞ്ചനാഥനായ അല്ലാഹുവിന് പൂർണമായും വിധേയയായിരിക്കുന്നു. സമൂദ് സമുദായത്തിലേക്ക് നാം അവരുടെ സഹോദരൻ സ്വാലിഹിനെ അയച്ചു. നിങ്ങൾ അല്ലാഹുവിന് മാത്രം വഴിപ്പെടുക എന്നതായിരുന്നു അദ്ദേഹത്തിലൂടെ നൽകിയ സന്ദേശം. അതോടെ അവർ പരസ്പരം കയർക്കുന്ന രണ്ട് കക്ഷികളായി പിരിഞ്ഞു. സ്വാലിഹ് പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ എന്തിന് നന്മയ്ക്ക് മുമ്പേ തിന്മയ്ക്ക് വേണ്ടി തിടുക്കം കൂട്ടുന്നു? നിങ്ങൾക്ക് അല്ലാഹുവോട് മാപ്പിരുന്നുകൂടെ? അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കാരുണ്യം കിട്ടിയേക്കാം. അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നെയും നിന്നോടൊപ്പമുള്ളവരെയും ദുശ്ശകുനമായാണ് കാണുന്നത്. സ്വാലിഹ് പറഞ്ഞു, നിങ്ങളുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ അല്ലാഹുവിന്റെ അടുത്താണ്. പക്ഷേ നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനതയാണ്. ആ പട്ടണത്തിൽ 9 പേരുണ്ടായിരുന്നു. അവർ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവരായിരുന്നു, സംസ്കരണം നിർവഹിക്കാത്തവരും. അവരന്യോന്യം പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ പേരിൽ സത്യം ചെയ്യുക, സ്വാലിഹിനെയും കുടുംബത്തെയും നാം രാത്രി കൊന്നുകളയുമെന്ന്. എന്നിട്ട് അവന്റെ അവകാശിയോട് തന്റെ ആൾക്കാരുടെ നാശത്തിന് ഞങ്ങൾ സാക്ഷികളായിട്ടില്ലെന്ന് ബോധിപ്പിക്കണം. തീർച്ചയായും ഞങ്ങൾ സത്യം പറയുന്നവരാണെന്നും. അവർ ഒരു തന്ത്രം പ്രയോഗിച്ചു, നാമും ഒരു തന്ത്രം പ്രയോഗിച്ചു. അവരതറിയുന്നുണ്ടായിരുന്നില്ല. നോക്കൂ, അവരുടെ തന്ത്രത്തിന്റെ ഒടുക്കം എவ்விധമായിരുന്നുവെന്ന്. സംശയമില്ല, അവരെയും അവരുടെ ജനതയെയും ഒന്നാകെ നാം നശിപ്പിച്ച് നാമാവശേഷമാക്കി. അവരുടെ വീടുകളതാ തകർന്ന് വിജനമായി കിടക്കുന്നു. അവർ അതിക്രമം പ്രവർത്തിച്ചതിനാലാണത്. ഉറപ്പായും അതിൽ കാര്യം മനസ്സിലാക്കുന്ന ജനത്തിന് ദൃഷ്ടാന്തമുണ്ട്. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തവരെ നാം രക്ഷപ്പെടുത്തി. ലൂത്തിനെയും നാം നിയോഗിച്ചു. അദ്ദേഹം തന്റെ ജനതയോട് ചോദിച്ച സന്ദർഭം, നിങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുതന്നെ വഷളത്വം പ്രവർത്തിക്കുകയാണോ? നിങ്ങൾ സ്ത്രീകളെ വെടിഞ്ഞ് വികാരശമനത്തിന് പുരുഷന്മാരെ സമീപിക്കുകയാണോ? അല്ല, നിങ്ങൾ തീർത്തും അവിവേകികളായ ജനത തന്നെ. അദ്ദേഹത്തിന്റെ ജനതയുടെ മറുപടി അവരുടെ ഈ പറച്ചിൽ മാത്രമായിരുന്നു, ലൂത്തിന്റെ ആൾക്കാരെ നിങ്ങളുടെ നാട്ടിൽ നിന്നും പുറത്താക്കുക, അവർ വലിയ വിശുദ്ധി ചമയുകയാണ്.
അവസാനം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആളുകളെയും നാം രക്ഷപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒഴികെ പിന്മാറി നിന്നവരിലായിരിക്കും അവളെന്ന് നേരത്തെ തന്നെ നാം കണക്കാക്കിയിരുന്നു. അവരുടെ മേൽ നാം ഒരു മഴ വീഴ്ത്തി. മുന്നറിയിപ്പ് നൽകപ്പെട്ട ജനത്തിന് കിട്ടിയ മഴ എത്ര ദുരിതമയം! പറയുക, അല്ലാഹുവിന് സ്തുതി. അവൻ പ്രത്യേകം തെരഞ്ഞെടുത്ത തന്റെ ദാസന്മാർക്ക് സമാധാനം. അല്ലാഹുവാണോ ഉത്തമൻ, അതോ ഇവർ സങ്കൽപ്പിച്ചുണ്ടാക്കുന്ന പങ്കാളികളോ? ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് മാനത്തുനിന്ന് മഴവെള്ളം ഇറക്കിത്തരികയും ചെയ്തവനാരാണ്? അതുവഴി നാം ചേതോഹരമായ തോട്ടങ്ങൾ വളർത്തിയെടുത്തു. അതിലെ മരങ്ങൾ മുളപ്പിക്കാൻ നിങ്ങൾക്കാവില്ലല്ലോ. ഇതിലൊക്കെ അല്ലാഹുവോടൊപ്പം വേറെ വല്ല ദൈവവുമുണ്ടോ? ഇല്ല. എന്നാൽ അവർ വഴിതെറ്റിപ്പോയ ജനത തന്നെ. ഭൂമിയെ പാർക്കാൻ പറ്റിയതാക്കുകയും അതിൽ അങ്ങിങ്ങ് നദികളുണ്ടാക്കുകയും നങ്കൂരമിട്ടുറപ്പിച്ച പോലുള്ള പർവ്വതങ്ങളുണ്ടാക്കുകയും രണ്ടിനം ജലാശയങ്ങൾക്കിടയിൽ മറയുണ്ടാക്കുകയും ചെയ്തവൻ ആരാണ്? ഇതിലെല്ലാം അല്ലാഹുവോടൊപ്പം വേറെ വല്ല ദൈവവുമുണ്ടോ? ഇല്ല. എന്നാൽ അവരിലേറെ പേരും അറിവില്ലാത്തവരാണ്. പ്രയാസമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ അതിനുത്തരം നൽകുകയും ദുരിതങ്ങൾ അകറ്റുകയും നിങ്ങളെ ഭൂമിയിലെ പ്രതിനിധികളാക്കുകയും ചെയ്തവൻ ആരാണ്? ഇതിലൊക്കെ അല്ലാഹുവോടൊപ്പം വേറെ വല്ല ദൈവവുമുണ്ടോ? അല്പം മാത്രമേ നിങ്ങൾ ചിന്തിച്ചറിയുന്നുള്ളൂ. കരയിലെയും കടലിലെയും കൂരിരുളിൽ നിങ്ങൾക്ക് വഴി കാണിക്കുന്നതാരാണ്? തന്റെ അനുഗ്രഹത്തിന് മുന്നോടിയായി ശുഭവാർത്തയുമായി കാറ്റിനെ അയക്കുന്നത് ആരാണ്? അല്ലാഹുവോടൊപ്പം വേറെ വല്ല ദൈവവുമുണ്ടോ? അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അതീതനാണ് അല്ലാഹു. സൃഷ്ടി ആരംഭിക്കുകയും പിന്നീട് അത് ആവർത്തിക്കുകയും ചെയ്യുന്നതാരാണ്? മാനത്തുനിന്നും മണ്ണിൽ നിന്നും നിങ്ങൾക്ക് അന്നം തരുന്നതാരാണ്? അല്ലാഹുവോടൊപ്പം വേറെ വല്ല ദൈവവുമുണ്ടോ? പറയുക, നിങ്ങൾ നിങ്ങളുടെ തെളിവ് കൊണ്ടുവരിക, നിങ്ങൾ സത്യവാൻമാരെങ്കിൽ. പറയുക, അല്ലാഹുവിനല്ലാതെ ആകാശഭൂമികളിൽ ആർക്കും തന്നെ അഭൗതിക കാര്യങ്ങൾ അറിയുകയില്ല. തങ്ങൾ എന്നാണ് ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയെന്നും അവർക്കറിയില്ല. എന്നല്ല, പരലോകത്തെപ്പറ്റിയുള്ള അറിവേ അവർക്കില്ല. അവരിപ്പോഴും അതേക്കുറിച്ച് സംശയത്തിലാണ്. അല്ല, അവർ അതേപ്പറ്റി തികഞ്ഞ അന്ധതയിലാണ്. സത്യനിഷേധികൾ ചോദിക്കുന്നു, നാമും നമ്മുടെ പിതാക്കന്മാരും മണ്ണായി മാറിയ ശേഷം ശവകുടീരങ്ങളിൽ നിന്ന് വീണ്ടും നമ്മെ പുറത്തു കൊണ്ടുവരുമെന്നോ? ഞങ്ങളോടും ഞങ്ങളുടെ പിതാക്കളോടും മുമ്പ് തന്നെ ഇவ்விധം വാഗ്ദാനം ചെയ്തിരുന്നു. പൂർവികരുടെ പഴംപുരാണങ്ങൾ മാത്രമാണിത്. പറയുക, നിങ്ങൾ ഭൂമിയിലൊന്ന് സഞ്ചരിച്ചു നോക്കൂ. കുറ്റവാളികളുടെ അന്ത്യം എவ்விധമായിരുന്നുവെന്ന്. നീ അവരെയോർത്ത് ദുഃഖിക്കേണ്ട, അവരുടെ കുതന്ത്രങ്ങളോർത്ത് മനക്ലേശം അനുഭവിക്കേണ്ട. അവർ ചോദിക്കുന്നു, ഈ വാഗ്ദാനം എപ്പോഴാണ് പുലരുക? നിങ്ങൾ സത്യവാദികളെങ്കിൽ പറയുക, ഏതൊരു ശിക്ഷയ്ക്കു വേണ്ടിയാണോ നിങ്ങൾ തിടുക്കം കൂട്ടുന്നത്, അതിന്റെ ഒരു ഭാഗം ഒരു വേള നിങ്ങളുടെ തൊട്ടുപിന്നിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവാം. സംശയമില്ല, നിന്റെ നാഥൻ ജനങ്ങളോട് അത്യുദാരനാണ്. എന്നാൽ അവരിലേറെ പേരും നന്ദി കാണിക്കുന്നവരല്ല. അവരുടെ മനസ്സുകൾ മറച്ചുവെക്കുന്നതും അവർ പരസ്യമാക്കുന്നതുമെല്ലാം നിന്റെ നാഥൻ നന്നായി അറിയുന്നുണ്ട്. സ്പഷ്ടമായ മൂലപ്രമാണത്തിൽ രേഖപ്പെടുത്താത്ത ഒന്നും ആകാശഭൂമികളിൽ ഒളിഞ്ഞുകിടക്കുന്നില്ല. ഇസ്രയേൽ മക്കൾ ഭിന്നത പുലർത്തുന്ന മിക്ക കാര്യങ്ങളുടെയും നിജസ്ഥിതി ഈ ഖുർആൻ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. തീർച്ചയായും സത്യവിശ്വാസികൾക്കിത് നല്ലൊരു വഴികാട്ടിയാണ്, മഹത്തായ അനുഗ്രഹവും. സംശയമില്ല, നിന്റെ നാഥൻ തന്റെ വിധിയിലൂടെ അവർക്കിടയിൽ തീർപ്പു കൽപ്പിക്കും. അവൻ പ്രതാപിയാണ്, എല്ലാം അറിയുന്നവനും.
അതിനാൽ നീ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. ഉറപ്പായും നീ സുവ്യക്തമായ സത്യത്തിൽ തന്നെയാണ്. മരിച്ചവരെയും കാതുപൊട്ടന്മാരെയും കേൾപ്പിക്കാൻ നിനക്കാവില്ല, അവർ പിന്തിരിഞ്ഞു പോയാൽ. കണ്ണുപൊട്ടന്മാരെ അവരകപ്പെട്ട ദുർമാർഗത്തിൽ നിന്ന് നേർവഴിയിലേക്ക് നയിക്കാനും നിനക്കാവില്ല. നമ്മുടെ വചനങ്ങളിൽ വിശ്വസിക്കുകയും അങ്ങനെ അനുസരണമുള്ളവരാകുകയും ചെയ്യുന്നവരെ മാത്രമേ നിനക്ക് കേൾപ്പിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ വചനം അവരിൽ പുലർന്നാൽ നാം അവർക്കായി ഭൂമിയിൽ നിന്ന് ഒരു ജന്തുവെ പുറപ്പെടുവിക്കും. ജനം നമ്മുടെ വചനങ്ങളിൽ ദൃഢവിശ്വാസം ഉള്ളവരായില്ല എന്ന കാര്യം അതവരോട് പറയും. നാം എല്ലാ സമുദായങ്ങളിലെയും നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറഞ്ഞ ഓരോ സംഘത്തെ ഒരുമിച്ചു കൂട്ടുന്ന നാളിനെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കുക. അപ്പോൾ അവരെ ക്രമത്തിൽ നിർത്തും. അങ്ങനെ അവരെല്ലാം വന്നെത്തിയാൽ അല്ലാഹു ചോദിക്കും, എന്റെ വചനങ്ങൾ ശരിക്കും മനസ്സിലാക്കാതെ നിങ്ങൾ അവയെ തള്ളിപ്പറഞ്ഞുവോ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അവർ അതിക്രമം കാണിച്ചതിനാൽ നിശ്ചയമായും ശിക്ഷാവിധി അവരിൽ വന്നെത്തും. അപ്പോഴവർക്കൊന്നും പറയാനാവില്ല. അവർ കാണുന്നില്ലേ, അവർക്ക് ശാന്തി കൈവരിക്കാൻ നാം രാവിനെ ഉണ്ടാക്കിയത്, പകലിനെ പ്രഭാപൂരിതമാക്കിയതും? സംശയമില്ല, വിശ്വസിക്കുന്ന ജനത്തിന് അതിൽ ധാരാളം തെളിവുകളുണ്ട്. കാഹളം ഊതപ്പെടുന്ന ദിനം, അന്ന് ആകാശഭൂമികളിലുള്ളവരെല്ലാം പേടിച്ചരണ്ടുപോകും. അല്ലാഹു ഉദ്ദേശിക്കുന്നവരൊഴികെ എല്ലാവരും ഏറെ എളിമയോടെ അവന്റെ അടുത്ത് വന്നെത്തും. നീ ഇപ്പോൾ മലകളെ കാണുന്നു, അവ ഊന്നിയുറച്ചവയാണെന്ന് നിനക്ക് തോന്നും. എന്നാൽ അവ മേഘങ്ങൾ പോലെ ഇളകി നീങ്ങിക്കൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ പ്രവൃത്തിയാണത്. എല്ലാ കാര്യങ്ങളും കുറ്റമറ്റതാക്കിയവനാണല്ലോ അവൻ. നിശ്ചയമായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണവൻ. അന്ന് നന്മയുമായി വന്നെത്തുന്നവന് അതിലും മെച്ചപ്പെട്ട പ്രതിഫലം കിട്ടും. അന്നത്തെ കൊടും പേടിയിൽ നിന്ന് അവർ തീർത്തും മുക്തരായിരിക്കും. തിന്മയുമായി വന്നെത്തുന്നവരെ നരകത്തീയിൽ മുഖം കുത്തി വീഴ്ത്തും. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമോ? പറയുക, എന്നോട് കൽപ്പിച്ചത് ഈ നാടിന്റെ നാഥന് വഴിപ്പെടാൻ മാത്രമാണ്. അതിനെ ആദരണീയമാക്കിയത് അവനാണ്. എല്ലാ വസ്തുക്കളുടെയും ഉടമയും അവൻ തന്നെ. ഞാൻ മുസ്ലിംകളിൽ ഉൾപ്പെടണമെന്നും അവൻ എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നു. ഈ ഖുർആൻ ഓതി കേൾപ്പിക്കണമെന്നും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അതിനാൽ ആരെങ്കിലും നേർവഴി സ്വീകരിക്കുന്നുവെങ്കിൽ അത് അവന്റെ തന്നെ ഗുണത്തിനു വേണ്ടിയാണ്. ആരെങ്കിലും വഴികേടിലാവുന്നുവെങ്കിൽ നീ പറയുക, ഞാനൊരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. പറയുക, സർവസ്തുതിയും അല്ലാഹുവിനാണ്. വൈകാതെ തന്നെ അവൻ തന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവും. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി നിന്റെ നാഥൻ ഒട്ടും അശ്രദ്ധനല്ല.